സൂപ്പർ. ഓരോ സീനുകളിലും നമ്മൾ ആഗ്രഹിച്ച റെസ്പോൺസ് നമുക്ക് തിയേറ്ററിൽ കിട്ടി. ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ സിനിമ കണ്ട ഈ സിനിമയുമായി ബന്ധപ്പെടാത്ത ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതായിരിക്കും ഈ സിനിമയെപ്പറ്റി യഥാർത്ഥ അഭിപ്രായം പറയാനായിട്ട് ഏറ്റവും നല്ലത്. കണ്ടോ? പടം കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു സോ മച്ച്. മൊത്തത്തിൽ സിനിമയും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. ഇതുപോലെ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നാലുപേരോട് പറയും. എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഞാൻ നേരിട്ട് വന്നു, ഡാർവിൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു. എല്ലാ പ്രത്യേക അഭിനയൊന്നും എൻ്റേതില്ല. ഡാർവിൻ പറഞ്ഞ പോലെ ചെയ്തു മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം അങ്ങനെ വലിയ അഭിനയ മുഹൂർത്തമുള്ള റോളൊന്നും അല്ലാതെ എനിക്കറിയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഡാർവിൻ പറഞ്ഞ പോലെ ചെയ്തതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിൽ ചെയ്യാനായിരുന്നില്ല. ഇനി എല്ലാവരുടെയും അഭിപ്രായം കേൾക്കണം. ലുക്സ് ഫുൾ വിത്ത് എ ലോട്ട് ഓഫ് കാസ്റ്റ്. നമുക്ക് എല്ലാവരും അറിയപ്പെടുന്ന കുറേ നല്ല ആക്ടേഴ്സ് ഒക്കെ ഉള്ളായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. ഡിറക്ഷനും ടൊവിനും മാച്ചിട്ടാണ് ഗ്രേറ്റ് ജോബ്. റിയലി ഗുഡ്. ഇപ്പോൾ പടം പറയുന്നത് പഴയ കാലഘട്ടമാണ്. കാണാത്തൊരു പഴയ കാലഘട്ടം. ഐ നെവർ തോട്ട് ഐ കുഡ് പുൾ ഓഫ് അങ്ങനെ ഒരു സമയത്തെ കാലഘട്ടത്തെ ക്യാരക്ടർ എന്നുള്ളത്. പക്ഷെ ഇവർ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ടീമും ഡയറക്ടറും എല്ലാവരും നല്ല രീതിക്ക് അതിനെ ഇൻപുട്ട് തരുന്ന കാരണം ഇറ്റ് കെയിം ഔട്ട് റിയലി ഗുഡ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു പുൾ ഓഫ് പഴയ പീരിയോഡിക് പടങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത്. ദേ ഹാവ് ഡൺ ദാറ്റ് വെരി നീറ്റ്ലി. വെരി ഹാപ്പി വിത്ത് ഇറ്റ്. എല്ലാവരുടെയും ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടമായി. നമ്മൾ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര അങ്ങനെയല്ല, ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റോറി പറയും. പക്ഷേ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് എല്ലാം. ഡയറക്ടറും വ്യത്യസ്തമാണ്. നമ്മൾക്കങ്ങനെ ത്രില്ലർ അങ്ങനെയല്ല. നമ്മൾക്കിങ്ങനെ ആ പടം കാണുമ്പോഴാണ് ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു വന്നിട്ട് വെരി എൻഡ് ഒരു ഭയങ്കര ഒരു ട്വിസ്റ്റാണ്. നന്നായിട്ടുണ്ട് എല്ലാം. അടിപൊളിയാണ്. അന്വേഷിപ്പൻ കഴിയായി. സീരിയസ്ലി നല്ല ടൈറ്റിലാണ്. കാരണം ഈ മൂവിയുടെ ആദ്യം പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റിലാണ്. അതേപോലെ തന്നെ അടിപൊളിയായി വന്നിട്ട് ഭയങ്കര രസമായിട്ട് സാധാരണ പോലീസുകാരൻ ഒരു കേസ് അന്വേഷിക്കുന്നു. ഫസ്റ്റ് കാരണം സെക്കൻഡ് അവർ രണ്ട് ഡിഫറെന്റ് രണ്ട് മൂവി കണ്ട എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാനും ഇവരുടെ വർക്ക് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഡോൾവിൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ടൊവിനോ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നിങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയും. നിങ്ങളുടെ അഭിപ്രായമാണ് വലുത്. താങ്ക് യു. പിന്നെ അതൊരു 1980s കാലഘട്ടം ഇതിലാണ്. അപ്പം ആ ഒരു കോസ്റ്റ്യൂം ആർട്ട് വർക്കൊക്കെ ചെയ്ത ആളെ ഭയങ്കര ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കണ്ടിന്യൂറ്റി ഒക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഐ തിങ്ക് മിലിൻ സിറാജ് ആണ് തോന്നുന്നു ചെയ്തേക്കുന്നത്. റോഷാക്കൊക്കെ ചെയ്ത് എല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അല്ല, ഇതൊരു സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പടം കണ്ടവർക്ക് മനസ്സിലാവും. ഒരു കുറച്ച് സംഭവങ്ങളുണ്ട് അതിനകത്ത്. ഒരു ഡബിൾ പാക്കേജാണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ളത്. അപ്പം പടം കണ്ടായിരുന്നോ? ഓക്കെ. അപ്പം ബാക്കി പിന്നെ മ്യൂസിക്കലിയാണ് പടം പോകുന്നത്. മ്യൂസിക്കും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. നിങ്ങൾ കണ്ടിട്ട് പറയും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു സ്റ്റാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് ഡേ മാത്രമേ നമുക്ക് തോന്നിയുള്ളൂ. ബാക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കി ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അത് എനി ടൈം ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ ടു വർക്ക് വിത്ത്. ഞാനിതിൽ ലേഡി കോൺസ്റ്റബിളായിട്ടാണ് അഭിനയിച്ചത്. എനിക്ക് പടം കണക്റ്റായി, ലൈക്ക് ഇമോഷണലി കണക്റ്റായി, എൻഗേജിങ് ആയിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം പ്രേക്ഷകർ ഇനി കണ്ടിട്ട് എന്തായിരിക്കും അഭിപ്രായം എന്നറിയാൻ ഞാൻ വെയിറ്റ് ചെയ്യും. ഫസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ് അന്വേഷിപ്പൻ കണ്ടെത്തുന്നുള്ളത്. ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും BGM അടിപൊളിയായിട്ടുണ്ട്. ടോവിന് ആസ് യൂഷ്വൽ പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ പ്രേക്ഷകരെ എൻഗേജിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് തന്നെ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ് അന്വേഷിപ്പൻ കണ്ടെത്തുന്നുള്ളത്. ടോട്ടൽ നല്ല പടം. എൻഗേജിങ് ആണ്. നമ്മൾ ഒരു സമയം പോലും ബോറടിപ്പിക്കാതെ പടം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പഴയ കാലഘട്ടമൊക്കെ നല്ല റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഇത്തിരി സ്ലോ ആണ്. നല്ല റിസോർട്ട് അവർ എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സ്ലോ ആണ്. നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പോലീസ് വേഷം പോലെ ആയിരുന്നില്ല. ടൊവിനോ ചേട്ടൻ ഒരു പോലീസ് വേഷം ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യുന്നത് വിചാരിച്ചപ്പോൾ ആദ്യം തൊട്ടേ ഭയങ്കര ഒരു ഹീറോ പരിപാടി, തുടക്കം തൊട്ടേ ഭയങ്കര അങ്ങനത്തെ മാസ് പരിപാടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നത്. പക്ഷേ ഇത്
എൻ്റെ എക്സ്പെക്റ്റേഷന് ഡിഫറെൻ്റ് ആയിട്ട് തുടക്കമൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെ നിന്നിട്ട് പിന്നെ അവസാനം പോയി അടിപൊളി ഭയങ്കര അതായത് ഒരു ഗ്രോത്ത് കാണായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം, അതായത് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ കണ്ണൂർ സ്കോഡ് ആ ഒരു ലെവലിലുള്ള പടമാണ്. അതായത് ഈ പടത്തിൻ്റെ മെയിൻ ഗുണമെന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ ഒരു പടം കണ്ടിരുന്നു, അത് 2 കഥകൾ തന്നെയുണ്ട്. ഫസ്റ്റ് ഹാഫ് വേറൊരു കഥ വരാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ വേറൊരു കഥ. അപ്പോൾ 2 സിനിമ കണ്ട പോലെ എനിക്ക് തോന്നി. എന്തായാലും കിടിലെന്നല്ല. അതായത് ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ടോവിനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോവിനോ മാത്രമല്ല, അഭിനയിച്ചാണ് എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ BGM ചെയ്തത് അത് ആവശ്യ സമയത്തൊക്കെ കിടിലായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യ സമയത്ത് അനാവശ്യമായിട്ട് ഒരു BGM എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടും തിയേറ്റർ വാച്ചബിളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുതിയ റോള് വന്നിട്ടുണ്ട്, അവരൊക്കെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. അവസാനം നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. അടിപൊളി മൂവിയാണ്, എല്ലാവരും എന്തായാലും പോയി കാണും. മനസ്സിലായില്ല. യെസ് ഫോർ ഷുവർ. അതായത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് സീൻസ് ആണ് മോസ്റ്റ്ലി. ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ലൈക്ക് നമ്മൾ സസ്പെൻസ് ഉണ്ട് നല്ലോണം ചെറുത്താൻ പറ്റുന്ന രീതിയിലൊരു ഇല്ല. ഇത് കമ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവി അല്ല. ഇത് ഡെഫിനറ്റ്ലി വേറെ ടൈപ്പ് ഓഫ് മൂവിയാണ്. നമ്മൾ നോർമലി കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രൈം ത്രില്ലർ മൂവി അല്ല. എന്തായാലും എല്ലാവരും കണ്ടു തന്നെ അറിയണം. പടം നല്ല അടിപൊളി പടമാണ്. മസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒട്ടും ഇത് ചോർന്നു പോകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചവരായാലും മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരിക്കലും OTTയിൽ ഇത് കാണേണ്ട പടമല്ല, തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട പടമാണ്. ഓരോ നിമിഷവും ഒരു ആകാംക്ഷയുണ്ട്. ഇൻ്റർവൽ പഞ്ചായാലും ക്ലൈമാക്സിലായാലും നമ്മളെ ആകാംക്ഷയിൽ നിർത്തുന്ന രീതിയിൽ തന്നെയാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇത് റിയലിസ്റ്റിക് മൂവിയാണ്. ഇതിലെല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ആ നാട്ടുമ്പുറത്തെ കഥാപാത്രമായാലും പോലീസ് കഥാപാത്രമായാലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊരു മാസ് പോലീസ് പടമല്ല. അന്വേഷണം പോകുന്ന റൂട്ട് തന്നെ അവനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു 5ാമത്തെ മിനിറ്റിൽ ഇതിൻ്റെ കഥയുടെ ഹുക്ക് വീഴും. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ മ്യൂസിക്കൊക്കെയാണ് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വല്ലാത്തൊരു ദുരൂഹത, ഒരു സാധാരണപ്പെട്ടവന് നീതി കിട്ടുന്നതിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പോൾ സത്യത്തെ മുറുക്കെ പിടിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ആ പോലീസുകാർക്കുള്ള ട്രിബ്യൂട്ട് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അത് നമ്മളായി തോന്നും നമുക്ക്. ഞാനിപ്പോൾ സ്റ്റേഷനിൽ ചെന്നൊരു കാര്യം പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. അപ്പോൾ ഇതിൽ അങ്ങനല്ല. നീതി ഉറപ്പായിട്ടും നീതി അർഹിക്കുന്നവർ അതിൻ്റെ കയ്യിലേക്ക് എത്തപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ടോബി. കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ. സന്തോഷം. ഓക്കെ, എല്ലാവരും കൂടി ഇത് വിജയിപ്പിച്ചേക്കണം. ത്രില്ലറാണ്, അതിലൊക്കെ ഇമോഷണലാണ്. കോമഡി രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിലും അടിപൊളിയാണ്. സിറ്റുവേഷണൽ കോമഡികൾ സിനിമയിൽ ഉടനീളമുണ്ട്. ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീലാണ് ഇരിക്കുന്നത്. വളരെ നല്ല മികച്ചൊരു മൂവിയാണ്. ഒരു പീരിയഡ് ഡ്രാമയാണ്. പിന്നെ ആ കാലഘട്ടം ചിത്രീകരിക്കുന്നതിൽ സംവിധാനം നന്നായി വിജയിച്ചിട്ടുണ്ട്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സന്തോഷ് നാരായണൻ്റെ എടുത്തു പറയേണ്ടത്. സിനിമ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. സ്ക്രീൻ പ്ലേ എല്ലാം അടിപൊളിയാണ്. ഡയറക്ഷൻ കൊള്ളാം. പെർഫോമൻസ് പറയേണ്ട കാര്യമില്ലല്ലോ, ആള് സൂപ്പറാണ്. പോലീസ് വേഷത്തിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.